നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ കഴുതയുടെ ഉടമ. കഴുതയുടെ ഉടമ എന്ന് പറഞ്ഞാൽ ആരാണോ അതിൻ്റെ മുതലാളി, അതിൻ്റെ സ്വന്തം യജമാനൻ ആരാണ് ഒരു കഴുത, അതിൻ്റെ യജമാന സ്ഥാനം ആർക്കാണ് എന്നുള്ളതാണ്. കഴുതയുടെ ഉടമ ആരാണ്, അതേപ്പറ്റി പറയുന്ന ഒരു കഥയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഇതൊരു ടിബറ്റ് എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്, നമ്മുടെ ഇന്ത്യയുടെയൊക്കെ വടക്കറ്റത്തുള്ളൊരു രാജ്യമാണ്. ആ രാജ്യത്തെ നടന്ന ഒരു സംഭവകഥയായിട്ട് വേണമെങ്കിൽ പറയാം. സാധാരണയായിട്ട് നമ്മുടെ നാടുകളിൽ ഇത്തരത്തിലുള്ള കഥയൊക്കെ നടക്കുന്നുണ്ട്. ഈ കഥ കേട്ട് കഴിയുമ്പോഴറിയാം നമ്മുടെ അവിടെ ഉണ്ടോ അങ്ങനത്തെ കഥ, ഉണ്ടല്ലോ എന്നപ്പം തോന്നും. കഥ കേൾക്കും. കഴുതയുടെ ഉടമ, അതാണ് കേട്ടോ ഇന്നത്തെ കഥ. ടിബറ്റിലെ ഒരു ഗ്രാമം, ആ ഗ്രാമത്തിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. വിറക് വെട്ടുകാരുണ്ട്, തുണി അലക്കുകാരുണ്ട്, പശുക്കളെ നോക്കുന്നവരുണ്ട്, കഴുതകളെ നോക്കുന്നവരുണ്ട്, കുതിരകളെ നോക്കുന്നവരുണ്ട്, ആട് വളർത്തലുണ്ട്, കോഴി വളർത്തലുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള കച്ചവടക്കാരുണ്ട്, പച്ചക്കറി കൃഷികൾ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ആപ്പിളൊക്കെ നന്നായിട്ട് വിളയണ രാജ്യമാണ് കേട്ടോ ടിബറ്റ്. അങ്ങനെയുള്ളൊരു രാജ്യം. അവിടെ ഒരു ഗ്രാമത്തിൽ ഒരു അപ്പൂപ്പനുണ്ട്. ആ അപ്പൂപ്പനെ എങ്ങനെയാണെന്ന് വെച്ചാൽ കാട്ടിലൊക്കെ പോയിട്ട് വിറക് വെട്ടി ഉണ്ടാക്കിയിട്ട് ആ വിറക് നാട്ടിൽ കൊണ്ടുവന്ന് ഗ്രാമങ്ങളിൽ വിൽക്കും. അങ്ങനെയാണ് ആളുടെ ജീവിതമാർഗം, അതാണ് ആളുടെ ജോലി. അപ്പോൾ ഈ അപ്പൂപ്പൻ എന്നും കാട്ടിൽ പോകും. കുറച്ച് വിറക് തലയ്ക്ക് ചുമന്നാണ് കൊണ്ടുവരിക. അതിനുള്ളത് അളക്കെടുക്കാവുന്ന വിറകെ ആൾ വെട്ടി കൊണ്ടുവരുള്ളൂ. അത് വിൽക്കും, കുടുംബം കഴിയും. പിറ്റേ ദിവസം വീണ്ടും പോകും, വിറക് വെട്ടും, കൊണ്ടുവരും. അങ്ങനെയാണ്. ആ ഗ്രാമത്തിൽ തന്നെ നോർബു എന്ന് പറയുന്ന ഒരു കഴുതയെ വളർത്തുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അയാൾക്ക് പല പല കഴുതകളുണ്ട്. അതിൽ കൊള്ളാവുന്നൊരു കഥ, ഒരു ദിവസം ഈ കാട്ടിൽ നോർബു എന്തോ കാര്യത്തിന് വേണ്ടി അപ്പൂപ്പനെ കാണാൻ, അപ്പൂപ്പൻ തലയ്ക്ക് ചുമന്ന് കൊണ്ടുവരിക കേട്ടോ വിറക് തലയ്ക്ക് ചുമന്ന്. ഇത്രയും വയസ്സായ മനുഷ്യൻ ചുമക്കണമല്ലോ എന്ന് ഓർത്തിട്ട് നോർബുവിനെ ഒരു സഹതാപം തോന്നി. അത് കഴിഞ്ഞപ്പോൾ അപ്പൂപ്പനോട് ചോദിച്ചു, അപ്പൂപ്പ എനിക്ക് പല കഴുതകളുണ്ട്, ഭാരം ചുമക്കാനുള്ള മൃഗങ്ങളാണല്ലോ കഴുതകൾ. ഞാൻ അപ്പൂപ്പനെ ഒരു കഴുതയെ തരാം, എനിക്ക് വലിയ വിലയൊന്നും തരണ്ട, ഒരു 50 വെള്ളി നാണയം തന്നാൽ മതി. 50 വെള്ളി നാണയോ? കാര്യം എൻ്റെ സമ്മതി അത്രയും ഉണ്ടാവും. അപ്പോൾ അപ്പൂപ്പനും വിചാരിച്ചു, തനിക്ക് തലയ്ക്ക് ചുമക്കാണ്ട് കഴിഞ്ഞല്ലോ വിറക്, കഴുതയുടെ പുറത്ത് വെച്ച് നാട്ടിലേക്ക് കൊണ്ടുവരാമല്ലോ. 50 നാണയം കൊടുത്തിട്ട് കഴുതയെ വാങ്ങാം എന്ന് കരുതി. ശരി, എന്നാൽ കൊണ്ടുവരൂ, കഴുതയെ തരൂ എന്ന് പറഞ്ഞു. അങ്ങനെ നോർബു പിറ്റേ ദിവസം അപ്പൂപ്പനോട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. നോർബുവിൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പൂപ്പൻ വന്നു, ഈ 50 നാണയം അങ്ങോട്ട് കൊടുത്തു, കഴുതയെ വാങ്ങിക്കുകയും ചെയ്തു. കഴുതയെ വാങ്ങിച്ച് അപ്പൂപ്പൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പൂപ്പൻ പിറ്റേ ദിവസം കാട്ടിലേക്ക് വിറക് വെട്ടാൻ പോയപ്പോൾ അങ്ങോട്ട് കഴുതയുടെ പുറത്ത് യാത്ര ചെയ്ത് കാട്ടിലേക്ക് പോയി. അപ്പം നടക്കാതെ കഴിഞ്ഞു. അവിടെ ചെന്ന് വിറകൊക്കെ വെട്ടിയുണ്ടാക്കി, വിറകൊക്കെ വെട്ടി കെട്ടാക്കിയിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ എന്ത് ചെയ്തു, കഴുതയുടെ പുറത്ത് ചുമട് വെച്ചു, എന്നിട്ട് തിരിച്ചു കൊണ്ടുപോകും. അങ്ങനെ കഴുതയെ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ഈ വിറക് വെച്ച് നാട്ടിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ കച്ചവടം നടത്തി. വിറക് വിറ്റിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് തുടങ്ങുന്ന സമയത്ത് നോർബുവിനെ കണ്ടു. നോർബു ചന്തയിലേക്ക് എന്തിനോ വന്നിരുന്നതാണ്, വേറെ കഴുതകളുടെ പുറത്ത് സാധനങ്ങൾ. അപ്പോൾ ഈ കഴുതയെ കണ്ടപ്പോൾ ഉടനെ ചോദിച്ചു, അപ്പൂപ്പനോട് ചോദിച്ചു, അപ്പൂപ്പ എന്തത്, കഴുതയുടെ മേത്ത് കുറേ ചളിയൊക്കെ ഉണ്ടല്ലോ, പൊടിയും ചളിയൊക്കെ കാണാനുണ്ടല്ലോ, ഇന്ന് ഇതിനെ കുളിപ്പിച്ചില്ല എന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അപ്പൂപ്പൻ ഒന്ന് നോക്കി, നോർബുവിനെ ഒന്ന് നോക്കി, കഴുതയുടെ മുഖത്തേക്ക് നോക്കി. അല്ല, ഞാൻ വീട്ടിലേക്ക് ഇപ്പോൾ പോണാലേ ഉള്ളൂ എന്നും പറഞ്ഞു. വേറെ ഒന്നും പറഞ്ഞില്ല. അവിടുന്ന് 2 ദിവസം വീണ്ടും ഇതുപോലെ കാട്ടിലേക്ക് പോയി വിറക് വെട്ടി. അപ്പൂപ്പൻ വിറക് വിറ്റ് നാട്ടിൽ പട്ടണത്തിൽ കൊണ്ടുവന്ന് വിറകൊക്കെ വിറ്റ് ചന്തയിൽ പോയി വേറെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനമൊക്കെ വാങ്ങിച്ച് തിരിച്ചു പോകുന്ന സമയത്ത് വീണ്ടും നോർബുവിനെ കണ്ടപ്പോൾ നോർബു അപ്പൂപ്പ ഞാൻ എൻ്റെ കഴുതയൊന്ന് കാണാൻ വന്നതാ. എന്തത്, കഴുതയ്ക്ക് ഇപ്പോൾ ഇത്തിരി ക്ഷീണമാണല്ലോ, ഒരാഴ്ചയായിട്ട് അതിന് തീറ്റയും കൂടിയൊന്നും കൊടുക്കണില്ലേ, വേണ്ടോണം, കഴുതയ്ക്ക് ക്ഷീണഭാവമായില്ലോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴപ്പൂപ്പനൊന്നും മിണ്ടിയില്ല. വളരെ
സന്ദേഹത്തോടു കൂടി ഇങ്ങനെ ഇതെന്താ ഇയാളിങ്ങനെ പറയണേ, ഞാൻ വേണ്ടതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ കഴുതയ്ക്ക്, ഇയാളിങ്ങനെ പറയണ എന്താ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചെങ്കിലും കാര്യമായിട്ടൊന്നും പറഞ്ഞു സമാധാനമൊന്നും പറഞ്ഞില്ല. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ വീട്ടിലേക്ക് വന്നു. അപ്പോൾ കാട്ടിൽ നിന്ന് വിറകൊക്കെ കൊണ്ടുപോയി വിറ്റ് കഴിഞ്ഞ് ചന്തയിൽ നിന്ന് സാധനം മേടിച്ച് വീട്ടിലേക്ക് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. വന്ന വഴിക്ക് ഒരു മരത്തുമ്മ ഇങ്ങനെ കഴുതയെ കെട്ടിയിട്ടു. അപ്പോൾ ഈ നോർബു അവിടെ വന്നു. നോർബു വന്ന വഴിക്ക് വേഗം വന്ന് കഴുതയെ തൊട്ട് തലോടുകയൊക്കെ ചെയ്തു. അതിൻ്റെ മുഖത്തൊക്കെ തലോടി. അത് കഴിഞ്ഞിട്ട് പോയിട്ടുണ്ട്. അപ്പൂപ്പന് എന്ത് പണിയാണ് കാണിക്കണേ? കഴുതയുടെ മേത്ത് മുഴുവൻ വീട്ടിൽ ചളിയും കാര്യങ്ങളാണല്ലോ. അതുമാത്രമല്ല, ഇതിനെ കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ ഈ അടയാഭരണങ്ങളൊക്കെ അണിയിച്ചിട്ടാണ് കൊണ്ട്. എൻ്റെ കഴുത്തിലൊരു മണി, പിന്നെ വേറെ ഏതാണ്ട് കൊമ്പുമ്മയൊക്കെ വേറെ തൊപ്പിയോ അങ്ങനെ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ അലങ്കരിച്ചിട്ടാണോ കാട്ടിലേക്ക് കൊണ്ടുപോകണേ, ചന്തയിലേക്ക് കൊണ്ടുപോകണേ എന്ന് പറഞ്ഞു. അപ്പൂപ്പൻ അപ്പോഴും ഒന്നും മിണ്ടിയില്ല. എന്താ ഇത് അവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ 4-5 പ്രാവശ്യമായി ഈ കഴുത മേടിച്ചതിന് ശേഷം ഈ നോർബ് വീട്ടിൽ വന്നിട്ട് കഴുതയുടെ നേരെ ഒരു ഭരണം. ഇയാളുടെ ഈ ഭരണമൊന്നും നിർത്താണ്ട് പറ്റില്ലല്ലോ, എന്താ അതിന് വഴിയെന്ന് അപ്പൂപ്പൻ വിചാരിച്ചു. വഴിയൊക്കെ എനിക്കറിയാം എന്ന് കരുതി പിറ്റേ ദിവസം കാലത്ത് അപ്പൂപ്പൻ നേരെ വീട്ടിലേക്ക് അങ്ങോട്ട് ചെന്നു. നോർബുവിൻ്റെ വീട്ടിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ എന്താ പോന്നേ, എന്താ അപ്പൂപ്പനെ കണ്ട വഴിക്ക് വരൂ അപ്പൂപ്പ വരൂ ഇരിക്കൂ, എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. കാശ് തിരിച്ചു തന്നാൽ തിരക്കണ്ടില്ല, കാശ് തരൂ എനിക്ക് പറഞ്ഞു. കാശോ? എന്ത് കാശ്? പറഞ്ഞു. ഞാൻ തന്നില്ലേ കഴുതയുടെ വിലയായിട്ട് ഒരു 50 നാണയം തന്നില്ലേ? 50 നാണയം തന്നു. അതിന് ഞാൻ കഴുതയെ തന്നില്ലേ? പക്ഷെ എനിക്ക് കഴുതയെ കിട്ടിയില്ലല്ലോ. കഴുതയെ കിട്ടിയില്ലേ? അപ്പം നിങ്ങളെ ഞാൻ 3-4 പ്രാവശ്യമല്ലോ കാണണേ, അപ്പൊക്കെ നിങ്ങളുടെ കൂടെ കഴുത ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് എന്താ കാര്യം? കഴുതയുടെ നേരെ അവകാശം ഇപ്പോഴും നിങ്ങൾക്കല്ലേ. നിങ്ങളല്ലേ എൻ്റെ മേത്ത് പൊടിയും ചെളിയുണ്ടെന്ന് പറയണു എന്നോട്. അതിനെ കുളിപ്പിക്കാൻ പറയണു, തീറ്റ കൊടുത്തത് പോരാ, അതിനപ്പോഴും ക്ഷീണമായി എന്ന് പറയണു. എന്തിനാ ഞാൻ എൻ്റെ കൊമ്പുമ്പം മണി കെട്ടിയിട്ടേക്കണേ, കഴുത്തിൽ മണി കെട്ടിയിട്ടേക്കണേ? ഇപ്പോഴും കഴുത നിങ്ങളുടെയാണെന്നുള്ള ഒരു തോന്നലാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളതിനെ 50 നാണയം മേടിച്ച് എൻ്റെ കയ്യിൽ നിന്ന് 50 നാണയം വാങ്ങിച്ച് അതിനെ വിറ്റതാണെന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വന്നോ? അങ്ങനെ വന്നെങ്കിൽ പിന്നെ എൻ്റെ കയ്യിലിരിക്കണ കഴുതയെ ഭരിക്കാനായിട്ട് നിങ്ങൾ വരുമോ? പിന്നെ എന്താ ഭരണം? വിറ്റുപോയ കഴുതയുടെ പുറകെ പിന്നെ നിങ്ങൾക്ക് എന്താ അവകാശം? നിങ്ങൾക്ക് അവകാശമുള്ള പോലെയല്ലേ നിങ്ങൾ എന്നോട് സംസാരിച്ച്. അപ്പോൾ നോർബു ഇങ്ങനെ ആലോചിച്ചു, ശരിയാണല്ലോ, ഞാൻ അതിനെ 50 നാണയം വാങ്ങിച്ച് വിറ്റതാണ് ആ കഴുത. അയാൾക്ക് കൊടുത്ത അപ്പൂപ്പിന് കൊടുത്തതുമാണ്. പക്ഷേ എന്നാലും അതിനെ വിറ്റു, അതെൻ്റെ അല്ല എന്നൊരു തോന്നൽ എനിക്ക് വന്നിട്ടില്ല. അതുകൊണ്ടല്ലേ ഞാൻ പിന്നെ അതിൻ്റെ പുറകെ പോയി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് എന്നിങ്ങനെ വിചാരിച്ചു. അപ്പോൾ നോർബു പറഞ്ഞു, അപ്പൂപ്പൻ പറഞ്ഞത് ശരിയാണ്, എനിക്ക് അതിനെ വിറ്റു എന്നൊരു തോന്നൽ വന്നില്ല, അത് ശരിയാണ്, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ പണം നിങ്ങളോട് വാങ്ങിച്ച് കഴുതയെ നിങ്ങൾക്ക് തന്നതാണ്. പിന്നെ അതിൻ്റെ അവകാശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാത്രമാണ്. നിങ്ങളുടെ കഴുത നിങ്ങളുടെ സ്വന്തം. നിങ്ങൾക്കതിനെ കുളിപ്പിക്കാം, ഭക്ഷണം കൊടുക്കാം, വേണ്ട വിധത്തിൽ ആടയാഭരണങ്ങളൊക്കെ അണിയിക്കാം, അതിനെക്കൊണ്ട് പണിയെടുപ്പിക്കാം. എല്ലാത്തിൻ്റെയും ഉടമ, ആ കഴുതയുടെ ഉടമ നിങ്ങൾ തന്നെയാണ് എന്ന് എനിക്കിപ്പോൾ ബോധ്യപ്പെട്ടു കേട്ടോ. എനിക്ക് ഇതുവരെ തോന്നലുണ്ടായിരുന്നില്ല. ഞാൻ തന്നെയാണ് ആ കഴുതയുടെ ഉടമ. പണം ഞാൻ വാങ്ങിയതാണെങ്കിലും എനിക്കാണ് അവകാശം എന്നൊരു തോന്നലോട് കൂടിയിട്ടാണ് ഞാൻ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചത്. ഇപ്പം എനിക്ക് മനസ്സിലായി നിങ്ങൾ പറഞ്ഞപ്പോൾ. നിങ്ങൾ തന്നെയാണ് കേട്ടോ കഴുതയുടെ ഉടമ എന്ന് പറയുകയും ചെയ്തു. പിന്നെ പോയി കഴുതയെ പറ്റി അന്വേഷിക്കുകയും ചെയ്തിട്ടില്ല. അങ്ങനെ അങ്ങനെ സ്വഭാവമുള്ളവരെ, വിറ്റാലും വിറ്റതായിട്ട് തോന്നാത്ത ഒരു സ്വഭാവമുള്ളവർ പലരും നമ്മുടെ സമൂഹത്തിലൊക്കെ ഇപ്പോഴും ചില സ്ഥലങ്ങളിലൊക്കെ ചില വ്യക്തികളെയൊക്കെ നമുക്ക് ഇങ്ങനെയുള്ളവരെ കാണുകയും ചെയ്യാം. അപ്പം ഇന്നത്തെ കഥ കഴുതയുടെ ഉടമ. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ.